ചന്ദ്രികക്കും ഇല്ല, ലീഗുകാർക്കും ഇല്ല ഇതിനെ പറ്റിയിട്ട് ഉത്തരവാദിത്തം. ഓർക്ക് സമസ്തനോട് സമസ്തൻ്റെ ഉള്ളിൽ ഫിത്ന. രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് തോന്നുന്നു, ഓരൊരു മതസംഘടന എന്ന് തോന്നുന്നു. മറ്റുള്ളവരെല്ലാം ഫിത്തനാക്കിയിട്ട് അങ്ങനെ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി. ഇപ്പം ലീഗുകാർക്ക് പണി മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതാണ് പരിപാടി. അതിനല്ലേ ഫിത്തന ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. പറഞ്ഞിട്ട് പറയില്ല, അള്ളാഹ് കാക്കട്ടെ. കുറ്റം ഈ LDFിൻ്റെ മേലത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ പാർട്ടി എന്ത് ചെയ്തു? MSF ഇവിടെ കുത്തവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ. എന്തും ചെയ്തോ? ഒരലക്കും ചെയ്തില്ലെങ്കിൽ ചെയ്യൂല. ഒക്കെ പേടിയാണ്. ഒക്കെ ഇപ്പം കേക്ക് കുറിച്ചാൻ പോയി കൊടുക്കല്ലേ. അല്ല, ആരുമില്ല. MSF യൂത്ത് ലീഗുകാരൊക്കെ ടൂറിലല്ലേ, ഇന്നലെ കണ്ടില്ലേ? മുനവ്വർ അലി ശിഹാബിൻ്റെ നേതൃത്വത്തിൽ ടൂറില്ല. എന്നിട്ട് തൊട്ടൊരു മേൽക്കൊണ്ടൊക്കെ കണ്ടില്ലേ, ഫോല പരിപാടിയില്ല. എൻ്റെ തട്ടമാണ് പ്രശ്നം എന്ന് പറഞ്ഞ വേറെ ഒരു ഇതുണ്ടായില്ല. എത്തോളം പേര് എൻ്റെ 1.5 മീറ്ററുള്ള തട്ടാണ് പ്രശ്നം വെച്ചാൽ അവരൊന്നും കാണില്ല ഇപ്പോൾ ഇവിടെ. ഒക്കെ 4 വോട്ട് ആവശ്യം, അല്ലാതെ ഉമ്മത്തിൻ്റെ ലക്ഷ്യമൊന്നുമല്ല. ഒക്കെ പണ്ടേനി. ഇപ്പോഴത്തേക്ക് വെറും വോട്ട് കിട്ടിയാൽ മതി. ഇതൊക്കെ ആദ്യം പ്രതികരിക്കണം, എല്ലാം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കണം. ലീഗ് പ്രത്യേകിച്ച് ആദ്യം പ്രതികരിക്കണം. കാരണം മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണല്ലോ പറയുന്നത്. അപ്പോൾ അവരെല്ലാം ആദ്യം പ്രതികരിക്കണ്ടേ? അത് ഷാജി പറഞ്ഞത് BJP നേരിടുന്നതിൽ ലീഗിന് പരിധിയുണ്ട് എന്നുള്ളത്. സമുദായത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരിൽ ഈ സംഖ്യകളും ത്രിസംഖ്യകളും നിരീശ്വരവാദികളും കുതിര കയറുമ്പോൾ അതൊക്കെ ഭരിക്കണോലെ പണിയാന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്നാലേ ഒക്കെ നടക്കും. ഇവിടെ എന്താ തന്നെയാണ് വാവരി വശത്ത് വിളിക്കുമ്പോൾ അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഭരിക്കണോലെ നോക്കിക്കോളൂ, നരസിംഹറാവ് നോക്കിക്കോളൂ, നരസിംഹറാവ് നമുക്ക് ഉറപ്പിട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കുത്തിയിരുന്നു. എന്താക്കി സംഖ്യകൾ അത് വാവരി വശത്ത് പൊളിച്ച് പിന്നെന്താക്കി അതേ സ്ഥലത്ത് രാമൻ്റെ അമ്പലം ഉണ്ടാക്കിയപ്പോൾ നമ്മളെ തങ്ങളാപ്പ പറഞ്ഞ് അത് മതസൗഹാർദ്ദത്തിന് പ്രതീകമാണ്, എല്ലാവരും അതിനെ ബഹുമാനിക്കണം, ഇനി എല്ലാവരും ഒരേ പോയിക്കോളി പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. ഒരുപാട് പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ പൊളിയുമ്പോൾ നമ്മൾ ബിരിയാണി തിന്നാൻ പോയില്ലേ? ഞമ്മക്ക് മുഖ്യം ബിരിയാണല്ലേ. ഞങ്ങളൊന്നും പാർട്ടി ഓണാക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിക്കണം. ഇപ്പോൾ സാമുദായിക നിലക്കുള്ള ഭിന്നത വരുന്നത് പാർട്ടിക്ക് ക്ഷീണം വരുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുവമ്പാടി സീറ്റ് പോലെ തന്നെ വലിയൊരു വിഷമമായതാണ്. അപ്പോൾ നിർപ്പത് പാർട്ടി ഓണാക്കൂല, അതൊക്കെ ശിവൻകുട്ടിനെ കൈകാര്യം ചെയ്യാം. സ്വന്തം മൂക്കൻ്റെ മുകളിൽ പെൺകുട്ടിൻ്റെ ഹിജാബ് പിടിച്ചു വെച്ചപ്പോൾ ഞമ്മക്ക് എണീച്ചില്ല. പിന്നല്ലേ ഉത്തരേന്ത്യ പള്ളി ഭരിക്കണോലെ അവരെ കർത്തവ്യം നിർവഹിച്ചല്ലോ. ശിവൻകുട്ടി ഉഷാറായിട്ട് പറഞ്ഞില്ല. എന്തിൻ്റെ പേരിലായാലും ശരി അദ്ദേഹം പറഞ്ഞല്ലോ, കുട്ടിയുടെ അവകാശമാണെന്നല്ലോ. ലീഗ് എന്താ ചെയ്യണ്ടേ? ലീഗ് CIC വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. അവർക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ നോക്കും. CICന്റെ എന്തെല്ലാം പരിപാടികൾ ലീഗ് ഓഫീസുകളിൽ വെച്ച് നടത്തി, അവരെന്തായാലും ഇടപെടുന്നത് എന്തിനാ? 2 ദിവസം മുന്നേ വിജയം വിട്ടുണ്ട് ഷാജിൻ്റെ ഒക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അറിഞ്ഞിനി. ഇവിടെ ഷാജി എന്തേ അവകാശം വേണ്ടേ? സമുദായത്തിൻ്റെ അവകാശമാണ് ചോദിക്കുന്നത് പറഞ്ഞിട്ട് ഇപ്പം നട്ടലൊക്കെ പോയോ? നിലപാടുള്ളവനാണ് ഷാജി എന്നുണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീന്റെ പ്രസ്താവനയിൽ നിലപാട് പറയണേ എന്താ ഉണ്ടാകുന്നത്? എനിക്ക് രാഷ്ട്രീയത്തെ പേടില്ല, തെരഞ്ഞെടുപ്പിനെ പേടില്ല, നിലപാട് പറയുന്നു പറഞ്ഞില്ലേ? എന്റെ ആ സ്കൂളിന്റെ വിഷയത്തിൽ ഷാജിന്റെ തൊള്ളിയിൽ എന്താ പയം തിരിക? അത് പറയാൻ പറയും. മുണ്ടനോടും കേട്ടിയില്ല, നമ്മള് കാണാഞ്ഞിട്ടാണോ അറിയില്ല, പറഞ്ഞേണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വെടിയൊട്ടിച്ചല് ആളുകള് സോഷ്യൽ മീഡിയയിൽ കൂടി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാ വീഡിയോ ഇറക്കല്. അതിന് മുന്നോട്ട് പറയാറില്ല. സമുദായ പാർട്ടിക്കാരാണ് വോട്ടും മേടിച്ചാന്ന് നടക്കണ്ടല്ലോ. അതിന് മുന്നോട്ട് പറയാറില്ലല്ലോ. അത് കുടുങ്ങിയത് കണ്ടപ്പോഴാ മറുപടി അറിയില്ല. തെരഞ്ഞെടുപ്പായി വിചാരിച്ചാൽ ഇതൊക്കെ നിങ്ങളെ സമുദായത്തിന് മനസ്സിലായോ? നിങ്ങളെ തെരഞ്ഞെടുപ്പ്, നിങ്ങളെ പാർട്ടി, ഇതിനൊക്കെ എന്തെങ്കിലും പറ്റിയ നിങ്ങൾക്ക് മതം ഒന്നുമല്ല, സമുദായം ഒന്നുമല്ല, ഒന്നുമല്ല. അപ്പൊ പറയണം നിലപാട്. ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണോ എല്ലാ സ്കൂളിലും പോകണം അതേമാതിരി പോകണം. അവനവന്റെ സ്വാതന്ത്ര്യമാണ്, അയാൾ ഇട്ടുകൊണ്ട് പോകണം തന്നെ പറയണം. ശിവൻകുട്ടി ഏത് മറ്റേ വിശ്വാസം ഇല്ലാത്തവനാണെങ്കിലോ നിലപാട് പറഞ്ഞില്ലേ? തീരുമാനം എടുത്ത തീരുമാനത്തില്ല, വേറെ കാര്യം. നിലപാട് പറഞ്ഞില്ലേ? അത് പറയാനുള്ള ഒരു ആംബിയുള്ള ഒന്നുമില്ല ഞങ്ങളുടെ കൂട്ടത്തില്. ഷാജി ഇങ്ങോട്ട് സമസ്തക്ക് ഇതിലിങ്ങനെ ഉറഞ്ഞിങ്ങനെ തുള്ളല്ലോ. ദീനുൽ ഇസ്ലാമും ഖുർആനും പറഞ്ഞാണ്ട് ഇവിടുന്ന് വണ്ടി കയറി വരിക. 1.5 മീറ്റർ എൻ്റെ ഈ തട്ടമാണ്.
നിങ്ങൾക്ക് പ്രശ്നം. ഇത് പറഞ്ഞവരൊക്കെ ഇവിടെ നിങ്ങൾ നോക്കി എല്ലാരെങ്കിലും ഉണ്ടല്ലോ, ലീഗിൻ്റെ മറ്റുള്ളവർ കൊണ്ട് ചാടി പുറപ്പെടുമല്ലോ. എന്തുകൊണ്ട് ലീഗിൻ്റെ യൂത്ത് ലീഗോ MSFോ അതിൽ കുറച്ച് ഹരിതലി ലീഗ് മറ്റേ പെൺകുട്ടികളുണ്ടല്ലോ, ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഇതാണ് പറഞ്ഞത്, ഇവർക്കാണ് സമുദായ സ്നേഹം. ഇവർക്കാണ് സമുദായ സ്നേഹം. ആ കുടുംബത്തിൽ പോയിട്ട് എന്താണ് കാര്യം എന്തെങ്കിലും പരിഹരിക്കാൻ നോക്കണ്ടേ, വിഷയമില്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ. ഇവരാണ് സമുദായ സ്നേഹം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇവർക്കാണ് സമുദായ സ്നേഹം എന്ന് പറഞ്ഞത്. പ്രതികരിച്ചോ? കാരണം VD സതീശനെ ഭയന്നിട്ടാണ്. കാരണം ഇത് വസളാക്കിയത് VD സതീശനാണ്. നല്ല രീതിയിൽ അത് ഇതായി പോയതാണ്. അത് സുഡാപ്പിയും പിന്നെ മറ്റേ RSSും VD സതീശനും കൂടിയാണ് ഇതിനെ സമൂഹത്തിലേക്ക് വലിയ രീതിയിലേക്കൊരു മറ്റു രീതിയിലേക്ക് കൊണ്ടുവന്നതും അവിടെ അവർ പിന്നീട് വാശിയിലേക്ക് വന്നതും സ്കൂൾ മാനേജ്മെന്റ്. കാരണം ആ VD സതീശന്റെ വക്കീൽ തന്നെ പറഞ്ഞല്ലോ. ആ വക്കീലാരാണ്? VD സതീശൻ്റെ ഓഫീസിലെ ജോലിക്കാരിയാണ്, കുളണ്ടറായി നടക്കുന്ന ആളാണ്. കാരണം ലീഗ് അവിടെ, MSF അവിടെ, MSF അവിടെ, PK നവാസ്, PK കുഞ്ഞാലിക്കുട്ടി, VK ഫിറോസ് ഒക്കെ PK ആണ്. അവിടെ PK ഒരക്ഷരം മുണ്ടിയോ? നിലപാടുകൾ പറഞ്ഞോ? ചന്ദ്രികയിൽ 2 വരി വന്നോ? പാണക്കാട് തങ്ങൾ മുണ്ടിയോ? അവരിവിടെ എന്ത് ചെയ്യണം? സമസ്ത തകർക്കണം, സമസ്ത ഇല്ലാതാക്കണം, ഇങ്ങോട്ട് പള്ളി സ്ഥാപനങ്ങൾ പൊട്ടിക്കണം. അതിനും വേണ്ടിയിട്ട് ലീഗിനെ അംഗീകരിക്കാത്തവരെ പുറത്താക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇതാക്കാൻ, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുക. ഇവിടെ സമുദായത്തിനുള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുക. ഞാൻ ഇരുന്നങ്ങാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അവിടെ പോയിട്ട് അതാണ് ഈ വിഷയം ചർച്ച ചെയ്തോ, സംസാരിച്ചോ? ആലോചിച്ച് നോക്കണം നിങ്ങൾ. സമുദായ സ്നേഹം. കാരണം ഇതൊക്കെ ഇതാണ് അധികാരവും സ്ഥാനങ്ങളും കിട്ടാനും വേണ്ടിയിട്ട് ഞങ്ങൾ സമുദായത്തിന് അവരെ വലുതാക്കിയിട്ട് നമ്മളെ തമ്പുരാക്കന്മാരാണ് അവരെന്നേ. നമ്മളെ തമ്പുരാക്കന്മാരാക്കി നമ്മൾ കൊണ്ടുനടക്കണം അവരൊക്കെ. ഇനിയെങ്കിലൊക്കെ നേരം വിളിക്കണം സംസ്ഥാന കുട്ടികളെങ്ങൾക്ക്. ഇനിയെങ്കിലൊക്കെ പാണക്കാടാകത്തെ എങ്ങന്മാരൊക്കെ കൊണ്ടുനടക്കണമെങ്കിൽ നേരം വിളിക്കണം. എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? സമുദായത്തിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾക്ക്. കേസാജി പറഞ്ഞല്ലോ, ഇന്നൊക്കെ കേട്ടോ ഞങ്ങൾക്ക് മതമാണ്. എന്ത് മതമാണ് ഈ കള്ളന്മാർക്കൊക്കെ? ഏത് തമ്മാടിക്കും കള്ളുടിയനും വേണ്ടി ഞാനും മതവിശ്വാസിയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മതവിശ്വാസിയാകാം, പക്ഷെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കലും അത് ജീവിതത്തിൽ പകർത്തലും അത് ജീവിതത്തിൽ അതിൻ്റെ ഭാഗമായി ജീവിക്കലാണ്, ജീവിതത്തിൻ്റെ ഭാഗമാക്കലാണ്. ഒരക്ഷരം മിണ്ടിയോ? 1.5 മീറ്റർ തട്ടത്തിൻ്റെ ആളെ എന്താ ഉണ്ടാഞ്ഞത്? സുന്നികളായ കുറെ ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അത് പ്രചരണം നടത്തില്ല, മറ്റുള്ളതല്ല. അത് പറയേണ്ട കാര്യങ്ങൾ പറയാ. മന്ത്രി അഭിപ്രായം പറഞ്ഞില്ലേ, സർക്കാർ അഭിപ്രായം പറഞ്ഞില്ല. തീവ്രവാദി സംഘടനകൾ നടത്തുന്ന പോലെ മറ്റുള്ള രീതിയിലല്ല. വേണ്ടാത്തതിനൊക്കെ ഇവർ പറയാറുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടക്കും ലീഗ്.